നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ. പ്രതീക്ഷയോടെ മുന്നണികൾ. വരന്തരപ്പള്ളി കുന്നത്തുപാടത്ത് 3 വീടുകൾക്ക് നേരെ ആക്രമണം. വരന്തരപ്പള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചു. വ്യാഴാഴ്ച അന്തരിച്ച യുവനടൻ അഖിൽ വിശ്വനാഥിന് ജന്മനാട് യാത്രാമൊഴിയേകി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ആമ്പല്ലൂർ ഏരിയയിലെ കല്ലൂർ യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ. പ്രതീക്ഷയോടെ മുന്നണികൾ. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ അളഗപ്പ് നഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിലാണ് വോട്ടെണ്ണൽ കേന്ദ്രം. ഇവിടത്തെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി റിട്ടേണിംഗ് ഓഫീസർ സീമ അറിയിച്ചു. ത്രിതല പഞ്ചായത്തുകളുടെ വോട്ടെണ്ണുന്ന 16 കേന്ദ്രങ്ങളും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ 8 കേന്ദ്രങ്ങളും ഉൾപ്പെടെ 24 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് തൃശൂർ ജില്ലയിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇരിങ്ങാലക്കുട ബ്ലോക്കിന്റെ കരുവന്നൂർ സെന്റ് ജോസഫ് CGHSSലാണ് നടക്കുന്നത്. വോട്ടെണ്ണൽ ശനിയാഴ്ച രാവിലെ 8 മണിക്ക് ആരംഭിക്കും. സംസ്ഥാനത്താകെ 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. ആദ്യം പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിത്തുടങ്ങും. തുടർന്ന് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണും. ആധിപത്യം തുടരാനാകുമെന്നാണ് LDF പ്രതീക്ഷ. തിരിച്ചുവരവിന് കളമൊരുങ്ങുമെന്നാണ് UDF കരുതുന്നത്. കരുത്ത് കാണിക്കാനാകുമെന്നാണ് BJP കണക്കുകൂട്ടൽ. അളഗപ്പ് നഗർ പഞ്ചായത്ത് വാർഡ് 7 പച്ചളിപ്പുറത്ത് കള്ളവോട്ട് നടന്നുവെന്ന പരാതിയുമായി UDF BJP പ്രവർത്തകർ രംഗത്ത്. തെളിവ് സഹിതം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയതായി പ്രവർത്തകർ പറഞ്ഞു. അളഗപ്പ് നഗർ പഞ്ചായത്ത് വാർഡ് 7 വോട്ടിംഗ് കേന്ദ്രമായിരുന്ന പച്ചളിപ്പുറം അംഗൻവാടിയിലാണ് കള്ളവോട്ട് നടന്നതായി ആരോപണമുയരുന്നത്. വാർഡിൽ നേരത്തെ താമസിച്ചിരുന്നവർ ഇപ്പോൾ താമസിക്കുന്ന മറ്റ് പഞ്ചായത്തുകളിലും ഇവിടെയും വോട്ട് രേഖപ്പെടുത്തിയതായി തെളിവ് സഹിതം ഇവർ ചൂണ്ടിക്കാട്ടുന്നു. വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഇവരുടെ പേരുകൾ വെട്ടിമാറ്റാൻ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നതായും പരാതിക്കാർ പറയുന്നു. നടത്തറ പഞ്ചായത്തിലെ വാർഡ് 11 മുളയത്തും തൃക്കൂർ പഞ്ചായത്തിലെ വാർഡ് 11 ആലങ്ങാട്ടും വോട്ട് രേഖപ്പെടുത്തിയവരാണ് പിന്നീട് പച്ചളിപ്പുറം അംഗൻവാടിയിലെത്തി വോട്ട് ചെയ്തത്. ഇവർ രണ്ടിടത്തും വോട്ട് ചെയ്തതിന്റെ രേഖകളും ഇവർ വോട്ട് ചെയ്യാൻ എത്തുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും സഹിതമാണ് അധികൃതർക്ക് പരാതി നൽകിയിരിക്കുന്നത്. 50ഓളം കള്ളവോട്ടുകൾ ഇത്തരത്തിൽ നടന്നതായി സംശയിക്കുന്നതായും ഇതിന്റെയെല്ലാം തെളിവുകൾ ശേഖരിച്ചു വരുന്നതായും പരാതിയിൽ പറയുന്നു. വരന്തരപ്പള്ളിയിൽ വോട്ട് ചെയ്ത് ക്യാബിനിൽ നിന്ന് പുറത്തു വന്ന ഉടൻ ബീപ്പ് ശബ്ദം കേട്ടില്ലെന്ന് പറഞ്ഞ് കോൺഗ്രസ് നേതാവ് വീണ്ടും മെഷീനിൽ അമർത്തിയത് കള്ളവോട്ടാണെന്ന് ആരോപിച്ച് LDF സ്ഥാനാർത്ഥിയും രംഗത്തെത്തി. INTUC പ്ലാന്റേഷൻ ഫെഡറേഷൻ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വിനയൻ പണിക്കവളപ്പിലിനെതിരെ ജില്ലാ പഞ്ചായത്ത് LDF സ്ഥാനാർത്ഥി ഷീല ജോർജാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത്. മറ്റൊരാൾക്ക് വോട്ട് ചെയ്യാൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം വിനയൻ വീണ്ടും അതിക്രമിച്ചു കയറി വോട്ട് ചെയ്യുകയായിരുന്നുവെന്നാണ് LDFന്റെ പരാതി. അതേസമയം ബൂത്തിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ സംഭവം ചോദ്യം ചെയ്തെങ്കിലും ബീപ്പ് ശബ്ദം വരാതിരുന്ന കാര്യം പറയുകയും പോളിംഗ് ഏജന്റുമാർക്ക് വിഷയം ബോധ്യപ്പെടുകയും ചെയ്തിരുന്നുവെന്ന് വിനയൻ പറയുന്നു. എൻ്റെ പേര് ശാരിക ചന്ദ്രബോസ്. ഞാൻ വാർഡ് 7 പച്ചളിപ്പുറം BJP സ്ഥാനാർത്ഥിയാണ്. ഇതിപ്പോൾ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് കള്ളവോട്ട് എന്ന് പറയുന്നത്. അത് നമ്മൾ ആരോപണം ഉന്നയിക്കൽ മാത്രമല്ലല്ലോ, നമുക്കിത് തെളിവ് സഹിതം നമ്മൾ പിടിച്ചിട്ടുണ്ട് ഇന്നിവിടെ. അപ്പോൾ നമുക്ക് അതിന് വേണ്ട കാര്യങ്ങൾ നടപടിയായിട്ട് പോവാണ്. ആദ്യം നമ്മൾ പ്രിസൈഡിംഗ് ഓഫീസർക്ക് കൊടുത്തു. ഒരു 6 മണി 7 മണിക്കുള്ളിൽ നമ്മൾ പരാതികൾ രണ്ടും വെച്ചിട്ടുണ്ട്. അതിൽ ഒരു പരാതി നമ്മൾ 5:55 പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ROയ്ക്ക് റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതിയായിട്ട് പോവാണ്. അത് ഫോർവേഡ് ചെയ്ത് കളക്ടർക്കും പരാതിയായിട്ട് പോവാണ്. പിന്നെ ഒരു 50-ൽ താഴെ വോട്ടുകൾ ഇങ്ങനെ കള്ളവോട്ടായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മുടെ നിഗമനം. അത് നമുക്ക് ആരോപണം ഉന്നയിക്കണമെങ്കിൽ തെളിവ് വേണം. അതിന് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകാനാണ് നമ്മുടെ തീരുമാനം. എൻ്റെ പേര് ബിജു മഞ്ഞളി. ഞാൻ കാലങ്ങളായിട്ട് കോൺഗ്രസിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഇവിടെ ഇപ്പോൾ കാലങ്ങളായിട്ട് LDFൻ്റെ ഒരു കോട്ടത്തിനായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, പച്ചളിപ്പുറം 7-ാം വാർഡ്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഇങ്ങനെ കള്ളവോട്ടുകൾ ഒരു നടക്കുന്നുണ്ട് എന്നൊരു സൂചന ഇവിടുത്തെ കിട്ടിയതിന് ശേഷം ചെക്ക് ചെയ്തപ്പോഴാണ് നമുക്കിത് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇപ്പോൾ നിലവിലിപ്പോൾ റിട്ടേൺ ഓഫീസർ കംപ്ലൈൻറ്റും ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അന്വേഷണത്തിൻ്റെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത്
ഉണ്ടോ ഇല്ല എന്നുള്ളത് ചെക്ക് ചെയ്താലേ ഞങ്ങൾക്ക് ഇനി പറയാൻ പറ്റുമല്ലോ. ഇത്രയ്ക്ക് എനിക്ക് പറയാനുള്ളൂ. ചെക്ക് ചെയ്യണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. ആമ്പല്ലൂർ ഡിവിഷൻ 15 ബ്ലോക്ക് സ്ഥാനാർത്ഥിയാണ്. ആമ്പല്ലൂർ ഡിവിഷൻ 15 ബ്ലോക്ക് സ്ഥാനാർത്ഥിയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ കണ്ടുവരുന്ന ഒരു ഇതാണ്, എന്താ പറയുക, കള്ളവോട്ട് എന്നുള്ളത്. അപ്പം ഇത്ര നാളും നമുക്ക് തെളിവുകളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഇത് ആരോപണമായിട്ട് മാത്രമാണ് നിലനിന്നിരുന്നത്. അപ്പം ഇന്നലെ നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. 50 വോട്ടിന് മുകളിൽ കള്ളവോട്ട് നടന്നിട്ടുണ്ടെന്നാണ് നമ്മുടെ സംശയം. 2 എണ്ണം മാത്രമാണ് നമുക്ക് തെളിവുകൾ സഹിതം കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അളഗപ്പനഗർ പഞ്ചായത്തിന്റെ പല വാർഡുകളിലും ഇത്തവണ നടന്നത് ശക്തമായ ത്രികോണ മത്സരമാണ്. അതിനിടയിലാണ് വാർഡ് 7 പച്ചളിപ്പുറത്ത് വ്യാപകമായി കള്ളവോട്ടുകൾ നടന്നു എന്ന പരാതിയുമായി BJP UDF പ്രവർത്തകർ രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് ആരോപണം മാത്രമല്ല, കൃത്യമായ തെളിവുകൾ ഉണ്ടെന്നും ആ തെളിവുകൾ സഹിതം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയതായും പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. ഏതായാലും വോട്ടെടുപ്പ് നടപടിക്രമങ്ങൾ കുറ്റമറ്റതാക്കാനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ ഇത്തരം കള്ളവോട്ട് ശ്രമങ്ങൾ അത് ജനാധിപത്യത്തിന് ഒരിക്കലും ഭൂഷണമല്ല. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. വരന്തരപ്പള്ളി കുന്നത്തുപ്പാടത്ത് 3 വീടുകൾക്ക് നേരെ ആക്രമണം. അന്തരി വീട്ടിൽ ബിജു, സഹോദരൻ ജിജു, കളത്തിപ്പറമ്പിൽ ഷാജു എന്നിവരുടെ വീടുകൾക്ക് നേരെയാണ് സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം ഉണ്ടായത്. വ്യാഴാഴ്ച രാത്രി 12 മണിയോടെയായിരുന്നു സംഭവം. ഷാജുവിന്റെ വീട്ടിലെ നക്ഷത്രങ്ങൾ, ചവിട്ടി, ചെടിച്ചട്ടി എന്നിവയും ബിജുവിന്റെയും ജിജുവിന്റെയും വീടുകളിലെ സൈക്കിളുകളും നക്ഷത്രങ്ങളും നശിപ്പിച്ചിരുന്നു. വൈദ്യുതി ഫ്യൂസ് ഊരിമാറ്റിയ നിലയിലായിരുന്നു. കൂടാതെ പൈപ്പിന്റെ ടാപ്പ് തുറന്നുവിടുകയും ചെയ്തു. ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നപ്പോഴാണ് വിവരം അറിയുന്നത്. തുടർന്ന് വീട്ടുകാർ വരന്തരപ്പള്ളി പോലീസിൽ വിവരമറിയിച്ചു. നാട്ടുകാരും പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ കനാലിൽ നിന്ന് ചെരുപ്പുകളും മറ്റ് സാധനങ്ങളും സൈക്കിളുകളും കണ്ടെത്തി. CCTV ദൃശ്യം അടക്കമുള്ളവ ശേഖരിച്ച് പോലീസ് സംഭവത്തിൽ അന്വേഷണം നടത്തിവരികയാണ്. ഞങ്ങൾ നേരം വെളുത്ത് എനിക്ക് വന്നപ്പോഴേ 3 ചവിട്ടി, 2 ചെടിച്ചട്ടി, 2 ചെരുപ്പ്, ഇതൊന്നും കാണാനില്ല. അത് അങ്ങോട്ട് കയറി നോക്കിയപ്പോൾ റോഡിൻ്റെ അവിടെ ആ സൈഡിൽ ആ കാടിൻ്റെ ഉള്ളിൽ കിടക്കണം. അതൊക്കെ കിട്ടി. ഇന്നലെ രാത്രി 12 മണിക്ക് ശേഷമാണ് ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അറിഞ്ഞത് ഇവിടെ ഫ്യൂസ് ഊരിണ്ട് പോയിണ്ടായിരുന്നു. ഞങ്ങൾ കറണ്ട് പോയപ്പോൾ നോക്കിയപ്പോഴാണ് ഇതൊക്കെ കണ്ടത്. നമ്മുടെ സ്റ്റാർ ഊരിയിട്ട് പോയിണ്ടായി, ഫ്യൂസ് ഊരിണ്ട് പോയി. അതുപോലെ ചെരുപ്പുകൾ, ചവിട്ടി, ഇതെല്ലാം അപ്പുറത്തെ കാനയിലേക്കും പറമ്പുകളിലേക്കായിട്ട് അവരെറിഞ്ഞ് കളഞ്ഞേക്കായിരുന്നു. പിന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചു. അവർ ഇന്നലെ രാത്രി വന്നു. പിന്നെ രാവിലെ വന്ന അന്വേഷണത്തിന് ശേഷമാണ് സൈക്കിളും ബാക്കി ചെരുപ്പുകളൊക്കെ നമുക്ക് ഓപ്പോസിറ്റ് പറമ്പിൽ നിന്നെല്ലാം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതാരെ എന്താണെന്ന് ചെയ്തത് അറിയില്ല നമുക്കാർക്കും. എൻ്റെ പേര് ലിൻഡ. എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. ഇതേ സെയിം കാര്യങ്ങൾ തന്നെയാണ് എൻ്റെ വീട്ടിൽ നടന്നത്. മോൻ്റെ സൈക്കിൾ ഇതുപോലെ തന്നെ പോയി, ഫീസ് ഊരി കൊണ്ടുപോയി. പിന്നെ ടാപ്പിൽ പുറത്ത് വെള്ളം തുറന്ന് വിട്ടേക്കായിരുന്നു. പോലീസുകാരപ്പം ഞങ്ങൾ വിവരം അറിയിച്ചു. അവർ വന്ന് നോക്കിയായിരുന്നു. പിന്നെ ഇന്ന് രാവിലെയാണ് സൈക്കിൾ തോട്ടിൽ നിന്നൊക്കെ കിട്ടിയത്. ബാക്കി പറമ്പിൽ നിന്നൊക്കെയാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കിട്ടിയത്. ആരാന്ന് നമുക്ക് ഇതുവരെ അറിയില്ല. സംശയത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത രീതിയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇതും സ്വന്തം ചേട്ടൻ്റെ വീടാണ്. ചേട്ടൻ്റെ അനിയൻ്റെ വീട്ടിലാണ് ഈ കാര്യങ്ങൾ നടന്നേക്കുന്നത്. എൻ്റെ പേര് മനു. ഞാൻ ഇവരുടെ അയൽവാസിയാണ്. അപ്പോൾ ഇവർ ഫസ്റ്റ് പറഞ്ഞ് മോഷണ സൈക്കിളും കാര്യങ്ങളും മോഷണമൊക്കെ പോയി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒന്ന് അന്വേഷിക്കാനായിട്ട് അവിടെ പരിസരത്തൊക്കെ പറമ്പുകളിൽ ഒന്ന് നോക്കാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് ഒരു സൈക്കിള് പാലത്തിൻ്റെ അവിടെ നമ്മുടെ തൊട്ട് ലേശം നീങ്ങിയിട്ട് പാലത്തിൻ്റെ അവിടെ താഴത്തൊരു തോട്ടിൽ കിടക്കണുണ്ടത്. പിന്നെ അവർ വീട്ടിലത്തെ സ്റ്റാറ് നമ്മൾ ക്രിസ്മസ് ആയിട്ട് സ്റ്റാറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വലിച്ച് പറിച്ച് പിന്നെ ഫ്യൂസ് ഊരിയിട്ടുണ്ടായിരുന്നു. ഫ്യൂസ് കാണാനില്ല. പിന്നെ ടാപ്പ് തുറന്നിട്ടിട്ട് വെള്ളം പോണ രീതിയിൽ ഓണാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഉദ്ദേശം ചിലപ്പോൾ അവർ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഉദ്ദേശമായിരിക്കാം. പിന്നെ അവരുടെ ചേട്ടൻ്റെ വീട്ടിലും ഇതുപോലെ തന്നെ സൈക്കിൾ മോഷണം പോയിട്ടുണ്ട്. അതിപ്പോൾ സ്റ്റാറും അതുപോലെ ചെരുപ്പുകൾ, ചവിട്ടി കാര്യങ്ങളൊക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. സൈക്കിളിപ്പോൾ അതിൻ്റെ ഒരു വീട് കഴിഞ്ഞിട്ട് ഒരു ഓപ്പോസിറ്റ് ഒരു പറമ്പിൽ നിന്നാണ് നമുക്ക് സൈക്കിൾ കിട്ടിയത്. ഞങ്ങളൊന്ന് അതുപോലെ തന്നെ ഒന്ന് തിരഞ്ഞു നോക്കിയപ്പോൾ സൈക്കിൾ അവിടുന്ന് കണ്ടു കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ഫ്യൂസും വലിച്ചെറിഞ്ഞ് കാട്ടി കളഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചെരുപ്പുകൾ അതിൻ്റെ ഓപ്പോസിറ്റുള്ള പറമ്പുകളിൽ നിന്ന് അവിടെ ഇവിടെ നിന്നൊക്കെയാണ് നമ്മൾ നോക്കിയപ്പോൾ കിട്ടിയത്. വ്യാഴാഴ്ച അന്തരിച്ച യുവനടൻ അഖിൽ വിശ്വനാഥന് ജന്മനാട് യാത്രാമൊഴിയേകി. സംസ്ഥാന അവാർഡ് നേടിയ ചോല ഉൾപ്പെടെയുള്ള സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുള്ള അഖിൽ വിശ്വനാഥ് മറ്റത്തൂർ ചുങ്കാൽ പോൾസൻപടി ചെഞ്ചേരി വളപ്പിൽ വിശ്വനാഥന്റെ മകനാണ്. സംസ്ഥാന സർക്കാരിന്റെ 2019
ചലച്ചിത്ര പുരസ്കാരം നേടിയ ചോല എന്ന സിനിമയിൽ നടൻ ജോജു ജോർജിനൊപ്പം പ്രധാന റോളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ ജാവ ഉൾപ്പെടെയുള്ള സിനിമകളിലും ടെലിഫിലിമുകളിലും അഭിനയിച്ചിട്ടുണ്ട്. വെനീസ് ഫിലിം ഫെസ്റ്റിവലിലേക്ക് ചോല തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് സംവിധായകൻ സനൽ ശശിധരനും മറ്റു താരങ്ങൾക്കുമൊപ്പം അഖിൽ വിശ്വനാഥ് വെനീസ് മേളയിൽ പങ്കെടുത്തിരുന്നു. ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ രതീഷ് വേഗ സംവിധാനം ചെയ്ത ടെലിഫിലിമിലാണ് സഹോദരൻ അരുണിനൊപ്പം അഖിൽ ആദ്യമായി അഭിനയ രംഗത്തെത്തിയത്. ഈ ടെലിഫിലിമിലെ അഭിനയത്തിന് 2010 സംസ്ഥാന സർക്കാരിന്റെ മികച്ച ബാലതാരങ്ങൾക്കുള്ള ടെലിവിഷൻ അവാർഡ് ഇരുവരും നേടിയിരുന്നു. സിനിമാ പ്രവർത്തകരും സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ നിന്നുള്ളവരും പരേതന്റെ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. ഗീതയാണ് അമ്മ, സഹോദരൻ അരുൺ. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ആമ്പല്ലൂർ ഏരിയയിലെ കല്ലൂർ യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി MK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. AKTA ആമ്പല്ലൂർ ഏരിയ സെക്രട്ടറി ലിമി സന്തോഷ്, ചാലക്കുടി ഏരിയ സെക്രട്ടറി അനിത റോയ്, ആമ്പല്ലൂർ ഏരിയ പ്രസിഡന്റ് MP റാഫി, കല്ലൂർ യൂണിറ്റ് സെക്രട്ടറി ബിൻസി ലിജോ, ലില്ലി റാഫേൽ, ട്രഷറർ പ്രിൻസി എന്നിവരും സംസാരിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6 പ്രതികൾക്കുള്ള ശിക്ഷ വിധിച്ച് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. എല്ലാ പ്രതികൾക്കും 20 വർഷം തടവും 50,000 രൂപ പിഴയുമാണ് ലഭിച്ചത്. ഒന്നാം പ്രതി പെരുമ്പാവൂർ വേങ്ങൂർ നടുവിലെക്കുടി വീട്ടിൽ സുനിൽ NS എന്ന പൾസർ സുനി, രണ്ടാം പ്രതി കൊരട്ടി തിരുമുടിക്കുന്നുക്കര പുതുശ്ശേരി വീട്ടിൽ മാർട്ടിൻ ആന്റണി, മൂന്നാം പ്രതി തമ്മനം മണപ്പാട്ടിപ്പറമ്പിൽ B മണികണ്ഠൻ, നാലാം പ്രതി കണ്ണൂർ കതിരൂർ മംഗലശ്ശേരി വീട്ടിൽ VP വിജീഷ്, അഞ്ചാം പ്രതി എറണാകുളം കുന്നുപുറം പള്ളിക്കപ്പറമ്പിൽ വീട്ടിൽ H സലീം എന്ന വടിവാൾ സലീം, ആറാം പ്രതി തിരുവല്ല പെരിങ്ങറ പഴയനിലത്തിൽ വീട്ടിൽ പ്രദീപ് എന്നിവരെയാണ് കോടതി ശിക്ഷിച്ചത്. ജസ്റ്റിസ് ഹണി M വർഗീസാണ് വിധി പ്രസ്താവം നടത്തിയത്. തൃശൂർ അതിരൂപത പ്രോലൈഫ് സമിതിയുടെ സിൽവർ ജൂബിലി അവാർഡുകൾ പ്രഖ്യാപിച്ചു. അച്ചടി മാധ്യമ അവാർഡ് സെബി മാളിയേക്കലിനും ദൃശ്യമാധ്യമ അവാർഡ് ഷെക്കീന ടിവിക്കുമാണ്. മികച്ച ആതുര ശുശ്രൂഷ സ്ഥാപനത്തിനുള്ള അവാർഡ് തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജും വിദ്യാഭ്യാസ സ്ഥാപന അവാർഡിന് തൃശൂർ നിർമ്മലമാത സെൻട്രൽ സ്കൂളുമാണ് അർഹരായത്. ജീവന്റെ മൂല്യവും മഹത്വവും പ്രഘോഷിക്കുന്നതിൽ മാധ്യമരംഗത്തും ആതുര ശുശ്രൂഷ വിദ്യാഭ്യാസ രംഗങ്ങളിലും നൽകിയ സമഗ്ര സംഭാവനകളെ കണക്കിലെടുത്താണ് അവാർഡുകൾ നൽകുന്നതെന്ന് KCBC അതിരൂപത പ്രോലൈഫ് സമിതി ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് ട്വിങ്കിൾ വാഴപ്പള്ളി, പ്രസിഡന്റ് ജെയിംസ് ആഴ്ചങ്ങാടൻ എന്നിവർ അറിയിച്ചു. ഡിസംബർ 21-ന് തൃശൂർ വ്യാകുലമാതാവിൻ ബസിലിക്ക ഹാളിൽ നടക്കുന്ന അതിരൂപത പ്രോലൈഫ് സിൽവർ ജൂബിലി പൊതുസമ്മേളനത്തിൽ വച്ച് CBCI പ്രസിഡന്റും ആർച്ച് ബിഷപ്പുമായ മാർ ആൻഡ്രൂസ് താഴത്ത് അവാർഡുകൾ സമ്മാനിക്കും. ചടങ്ങിൽ പ്രോലൈഫ് സമിതി മുൻ ഡയറക്ടർമാരെയും ഭാരവാഹികളെയും വലിയ കുടുംബങ്ങളെയും ആദരിക്കും. ദീപികയിൽ സീനിയർ സബ് എഡിറ്ററായ സെബി മാളിയേക്കൽ കടുപ്പശ്ശേരി മാളിയേക്കൽ പരേതനായ പോൾസിന്റെയും സെലീനയുടെയും മകനാണ്. അവിട്ടത്തൂരിലാണ് താമസം. ഭാര്യ ആൻഷിൽ കരൂപ്പടന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി അധ്യാപികയാണ്. അന്ന തെരേസ്, ആഗ്നസ് മേരി എന്നിവരാണ് മക്കൾ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാറിന് ജാമ്യമില്ല. കട്ടിളപ്പാളി കേസിൽ പത്മകുമാർ സമർപ്പിച്ച ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതിയാണ് തള്ളിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറിയതിൽ ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും കൂട്ടുത്തരവാദിത്തമുണ്ടെന്നാണ് ജാമ്യഹർജിയിൽ പറയുന്നത്. മിനിറ്റ്സിൽ ചെമ്പ് എന്നെഴുതിയതും എല്ലാവരുടെയും അറിവോടെയാണ്. മറ്റുള്ളവരെ ഒഴിവാക്കി തന്നെ മാത്രം കുറ്റക്കാരനാക്കുന്നതിലെ എതിർപ്പ് കൂടിയാണ് പത്മകുമാറിന്റെ ജാമ്യഹർജിയിലൂടെ വ്യക്തമാക്കിയത്. സ്വർണ്ണക്കൊള്ളക്കേസിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ഡിസംബർ 18-നാണ് പോറ്റിയുടെ ജാമ്യഹർജി പരിഗണിക്കുക. ആളൂർ കളപ്പുരയ്ക്കൽ ശ്രീ എടത്താടൻ മുത്തപ്പൻ ഭഗവതി മൂലസ്ഥാന ക്ഷേത്രത്തിൽ അഷ്ടബന്ധ നവീകരണ സഹസ്ര കലശം ഡിസംബർ 15 മുതൽ ഡിസംബർ 22 തിങ്കളാഴ്ച വരെ നടത്തും. ഡിസംബർ 15 മുതൽ 22 വരെയുള്ള ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ ദീപാരാധന, ഗണപതി ഹവനം, മുളപൂജ തുടങ്ങിയവ ഉണ്ടായിരിക്കും. ഡിസംബർ 20-ന് വിശേഷാൽ ശ്രീചക്രപൂജ ഉണ്ടായിരിക്കുന്നതാണ്. ഡിസംബർ 21-ന് സഹസ്ര കലശ പൂജകൾ ആരംഭിക്കുന്നു. 22-ന് അഷ്ടബന്ധന്യാസം, ബ്രഹ്മകലശാഭിഷേകം എന്നിവയും വൈകിട്ട് 10 മണിക്ക് മഹാഗുരുതി എന്നിവയും ഉണ്ടായിരിക്കുന്നതാണ്. സംസ്ഥാനത്ത് സ്വർണ്ണവില ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലയിൽ. രാവിലെ പവന് 1400 രൂപ വർദ്ധിച്ച് സ്വർണ്ണവില 97,000 രൂപ കടന്നിരുന്നു. ഉച്ചയോടെ വീണ്ടും 400 രൂപ ഉയർന്ന വില സർവകാല റെക്കോർഡ് മറികടന്നിരിക്കുകയാണ്. കാലാവസ്ഥ. കൂടിയ ചൂട് 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 22 ഡിഗ്രി സെൽഷ്യസ്. കല്ലേറ്റുങ്കര K കരുണാകരൻ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ ഡെമോൺസ്ട്രേഷൻ തസ്തികയിൽ താൽക്കാലിക ഒഴിവുണ്ട്.
കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് എന്നിവയിൽ ഫസ്റ്റ് ക്ലാസോടെ 3 വർഷത്തെ ഡിപ്ലോമ നേടിയവരെയാണ് പരിഗണിക്കുന്നത്. താൽപര്യമുള്ളവർ ഈ മാസം 15-ന് രാവിലെ 10-ന് അസൽ സർട്ടിഫിക്കറ്റുകളുമായി കോളേജിൽ ഇന്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ്. വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 8547005080 എന്ന നമ്പറിൽ. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 12,210 രൂപ, പവന് 97,680 രൂപ. വരന്തരപ്പള്ളി പൗണ്ട് കൊടുമ്പിലായിപ്പറമ്പിൽ ജോണി അന്തരിച്ചു. 79 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മേരിയാണ് ഭാര്യ. ജെയ്സൺ, ലിജി എന്നിവർ മക്കളും, ലിജോമോൾ, ജോണി എന്നിവർ മരുമക്കളുമാണ്. മണ്ണമ്പേട്ട എടശ്ശേരി രാജേന്ദ്രൻ അന്തരിച്ചു. 71 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. അനിതയാണ് ഭാര്യ. നിമൽ, നിമിത എന്നിവർ മക്കളും, സംഗീത് മരുമകനുമാണ്. പുതുക്കാട് വടക്കേത്തുറവ് ഐക്കര വിജിത്ത് അന്തരിച്ചു. 40 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച വൈകിട്ട് 4-ന് വടൂക്കര ശ്മശാനത്തിൽ. മുപ്ലിയം വാലത്തുപറമ്പിൽ നാരായണൻ അന്തരിച്ചു. 87 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കാർത്തിയേനിയാണ് ഭാര്യ. സദാനന്ദൻ, രമണി, സുനിൽകുമാർ എന്നിവർ മക്കളും, ഉഷ, രാജൻ, ബിനിത എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ. പ്രതീക്ഷയോടെ മുന്നണികൾ. വരന്തരപ്പള്ളി കുന്നത്തുപാടത്ത് 3 വീടുകൾക്ക് നേരെ ആക്രമണം. വരന്തരപ്പള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചു. വ്യാഴാഴ്ച അന്തരിച്ച യുവനടൻ അഖിൽ വിശ്വനാഥിന് ജന്മനാട് യാത്രാമൊഴിയേകി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ആമ്പല്ലൂർ ഏരിയയിലെ കല്ലൂർ യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.